കഴിഞ്ഞ 2 ദിവസമായി പാകിസ്ഥാനിലെ സ്ഥിതി അത്ര സുഖകരമായിട്ടല്ല മുൻപോട്ട് പോകുന്നത്. 48 മണിക്കൂറിനകം പാകിസ്ഥാനിൽ നടന്നത് 38 ആക്രമണം. ബലൂചിസ്ഥാൻ പോരാളികളുടെ വിവിധ സംഘടനകൾ നടത്തിയ ആക്രമണങ്ങളായിരുന്നു ഈ 38 എണ്ണവും. അതിലൊരു പട്ടാളത്തിൻ്റെ മേജർ ഉൾപ്പെടെയുള്ള സൈനികരും കൊല്ലപ്പെട്ടു. സൈനികരെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ കുറേ നാളുകളായി ആക്രമണം നടത്തുന്നത്. സ്വതന്ത്ര ബലൂചിസ്ഥാനാണ് ആവശ്യം. ഏതായാലും ബലൂചിസ്ഥാനിലെ ഹർനയിലിൽ നടന്നൊരു ഓപ്പറേഷൻ, അവിടെ ഒരു സൈന്യം ഒരു വലിയ ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു ഓപ്പറേഷനായിരുന്നു. ആ ഓപ്പറേഷൻ നേതൃത്വം നൽകിയ മേജർ മുഹമ്മദ് ഹസീബാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കുറച്ച് പട്ടാളക്കാരും കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. ജാബ്രി കൗർ, ഗ്വാരി, ചൈസേത്തും, ടർബത്ത്, ഖരൻ, ഗോർക്കേപ്പ്, ദേര, സമ്രാൻ, ഗ്വാദ്വാർ തുടങ്ങിയ ഏരിയകളിലൊക്കെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ബലൂജ് ലിബറേഷൻ ആർമി ചെയ്യുന്നത് ഈ ബലൂചിസ്ഥാന് വേണ്ടി പോരാടുന്ന വിവിധ സായുധ ഗ്രൂപ്പുകളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഓപ്പറേഷൻ ഹീറോഫ് എന്ന് പറയുന്ന ആ ഓപ്പറേഷൻ്റെ ഭാഗമായി പട്ടാളക്കാരെ ആക്രമിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊറ്റ റെയിൽവേ സ്റ്റേഷനിൽ ചാവേർ പൊട്ടിത്തെറിച്ച് 25ഓളം പാക് സൈനികർ കൊല്ലപ്പെട്ടത്. അതായത് ഇപ്പോൾ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളെ നേരിടുന്നത്, ഇല്ലെങ്കിൽ ബോംബ് സ്ഫോടനങ്ങളെയും വെടിയുണ്ടകളെയും നേരിടുന്നത് അവിടുത്തെ പട്ടാളക്കാരാണ്. അതും സ്വന്തം നാട്ടിലെ ജനങ്ങളാൽ തന്നെ. ഭീകരവാദത്തിൻ്റെ വിളനിലമായിരുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് ഭീകരവാദം കയറ്റി അയച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇന്ന് പരിതാപകരമായ അവസ്ഥയിലാണ്. ഓരോ ദിവസവും എത്ര പട്ടാളക്കാർ മരിച്ചുവെന്ന് കണക്കെടുക്കലാണ് ഇപ്പോൾ അവിടുത്തെ മാധ്യമങ്ങളുടെ പ്രധാന പണിയും. ഏതായാലും ബലൂചിസ്ഥാൻ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അടക്കം താലിബാൻ പിന്തുണയ്ക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ അവരാണ്.